ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആൾത്താമസമുള്ള വീടാണോ? എന്തു വേണം? നമസ്തേ. ഓ, നമസ്തേ പറയാൻ വന്നതാണോ? എവിടുന്നാ? ഞങ്ങളുടെ. വിസ്തരിക്കണ്ട, പിരിവിന് വന്നതല്ലേ. 5 പൈസ ഇവിടുന്ന് സംഭാവന കിട്ടുന്നു വിചാരിക്കണ്ട, സംഭവിക്കുള്ളൂ. അയ്യോ മാഡം, എന്നെ തെണ്ടിയെന്നോ കള്ളനെന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്. പിന്നെ ആരാ? എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നോക്കൂ. മനുഷ്യനൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? സോറി സാർ, ടൈം ഇസ് 9:30. അതുകൊണ്ടാ. എത്ര ഭംഗി, എന്തൊരു എളുപ്പം. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂരൊരു പൂങ്കാവനമായി പൂത്തുല്ലസിക്കാൻ പോവുകയാണ്. മന്ത്രമല്ല, മായല്ല. ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. നാനാ വർണ്ണം ഇവിടെ വന്നുകൊണ്ട് ഒച്ച വെച്ചാൽ എന്റെ വിധം മാറും. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില എന്ന് പറഞ്ഞു എന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചാടുന്നത്? ദോഷം പറയരുതല്ലോ. ചുമരിലൊട്ടിച്ചാ നല്ല ഭംഗി. വാങ്ങിച്ചൊട്ടിക്ക് 10,000 അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, തറവാട്ടിന് കൊണ്ടുവന്ന സ്വത്ത്. സാരമില്ല മാഡം, മാഡത്തിനെ പോലെ എല്ലാവർക്കും കലാവാസന ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നോക്കിക്കോ, ഞാൻ വീട് മുഴുവനും വാങ്ങിച്ച് ഒട്ടിക്കാൻ പോവാ. നമുക്ക് ഒട്ടിക്കാം. ആദ്യം ഞാനിത് ഒട്ടിച്ച മാഡത്തിന് ഇതിന്റെ ഭംഗി അറിയില്ല. വരും. മോളെ, ഇത് ചുമരിലൊട്ടിച്ചാൽ ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള. അമ്മ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? മോളെ, ഇത് ചോരിലൊട്ടിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ? മാഡം, ഞങ്ങളുടെ ഈ ഫാൽക്കൺ പ്രോഡക്റ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വലിയ കഷ്ടമുണ്ടമ്മേ. അറിയാത്തതുകൊണ്ടാ. ഞങ്ങളുടെ ഈ നാനാ വർണ്ണത്തിലുള്ള പൊയ്ക്കോളൂ, പൊയ്ക്കോളൂന്ന്. ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ, ഫാൽക്കൺ പ്രോഡക്ട്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് ഫാൽക്കൺ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. പൊടി പുരണ്ടാലോ ചെളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കളയാം. പെയിന്റിലായി പോകുമെന്നോ കുളിർന്ന് കീറി പോകുമെന്നോ ഇതൊന്നും ഭയപ്പെടാനില്ല. അതിന് ഞാനെന്ത് വേണം? ഫാൽക്കൺ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തിരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ, അത് നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലായിരിക്കും, ഞങ്ങളുടെ കമ്പനിയുടെ വാൾപേപ്പറിന് ഓർഡർ തരാൻ വരികയായിരുന്നു. നിങ്ങൾ അത് തടഞ്ഞു. കാലത്തന്നെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണോ? ഒരു സെയിൽസ് റെപ്പിന്റെ അധ്വാനം. നിങ്ങൾ ഷട്ട പറയണേ, ഞാനും ഷട്ട പറയേണ്ടി വരും. ഫാൽക്കൺ പ്രോഡക്ട്സ് ആരുടെ മുമ്പിലും തലവണിക്കേണ്ട കാര്യമില്ല. ഇയാൾ വെറുതെ ശല്യപ്പെടുത്താൻ വരുന്നു. ഏതായാള് എനിക്കറിയില്ല. ഞാൻ ആരോടോ കേടാന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ ഉദ്യോഗസ്ഥനാണ്. കഞ്ഞി പാചകം നോക്കുന്നത് എന്താ പ്രശ്നം? എന്താ വെള്ളരിക്കാൻ പറ്റണോ? ഒരാളോട് സംസാരിക്കാൻ വേണ്ട. എനിക്ക് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരമുള്ളതാ. എനിക്കൊന്നും വേണ്ട. കാക്ക വരുന്ന വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരുന്നു. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നു ഞാൻ ഇന്ന് ഡേറ്റിന് വരുന്നു. തുടങ്ങി കളിയാക്കാൻ. ഇത്ര നേരം പിള്ളേരെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞു. എന്നാ പിന്നെ ഇത്രയും കൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. പിള്ളേർ സ്കൂൾ പോയോ? അല്ല പിന്നെ ഫീസ് കൊടുത്തോ? അത് പിന്നെ ബാലന് ഒരേ നിർബന്ധം. എന്ത്? ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല. എന്ത്? അവനും കൊടുത്തു. അത് വേണ്ടിയില്ലായിരുന്നു. എന്തിനാ ചന്ദ്രേട്ട ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങളെന്താ ഇവിടെ പട്ടിണി കിടക്കുക? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അതൊക്കെ ഒരു കടമയല്ലേ?
ചന്ദ്രനോ? മുത്തശ്ശിക്ക് സുഖമാണോ? ഒരു കുഴപ്പവും ഇപ്പോഴില്ല. ഈശ്വര, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ. അത്രയല്ലുള്ളൂ മുത്തശ്ശി. കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തുപോകണ്ടല്ലേ. വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുള്ളായിട്ട് ആളെ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറ് മഴ ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12ാമത്തെ എയർപിന്റെ വളവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ആ ഗോമജനും ബസ് നമ്മൾ നമ്പിയുടെ ബസ് ഇത്ര ദൂരമുള്ളൂ. ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ടും കൽപ്പിച്ചിട്ട് കുഞ്ഞിക്കൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഓടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് ഒരു 10,500 അടി താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ 1,500 അടി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയെ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി. പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരുണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി, എന്റെ പൊന്നു മുത്തശ്ശി. ചന്ദ്രനെ ദൈവം അല്ലല്ല, ഈശ്വരനെ രക്ഷിച്ച്. എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ, രോഗം കുത്തനായിട്ട് കണ്ടില്ലേ. ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിയുടെയും കുട്ടികളുടെയും അല്ല, ഭാര്യ. ഇവളിപ്പോ അല്ല, നീ ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് പോകല്ലേ? ഇവള് പോയില്ലേ മുത്തശ്ശി? ആ അത് പോട്ടെ. ആ ആക്സിഡന്റ് ഒന്നുകൂടെ പറഞ്ഞു ചന്ദ്രേട്ടാ. എത്ര അടി താഴ്ചയിലാ വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 അടി ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ടെന്ന് ആരെപ്പോഴാണ് അളവ് നോക്കുന്നത്? ഇവള് ഒരു 19 രൂപയെങ്കിലും ആയി കാണുമല്ലോ ആ മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര രൂപയാ ചെലവാക്കുന്നത്? എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. അതെ, എന്നാ കുട്ടികളുടെ ഫീസ് കൊടുത്തോ? ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നുമില്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. എന്നാ വേണ്ടെന്ന് അവൻ വാങ്ങിക്കത്തില്ല. ഇവിടെ ചുമ്മാ പറയുക. നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയ. വേഗം ചെല്ലു വന്നേ, ഇത് മീൻ ചീഞ്ഞു പോവും. അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, എവിടെ? അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫീസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസ്സിന്റെ കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട. അർത്ഥം എന്താ? ഫ്രീസിംഗ്. ഫ്രീസിംഗ് എന്ന് പറഞ്ഞാ ഒരു സിംഗ് ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്. ലാഡിന്റെ അർത്ഥം എന്താ? ഗ്ലാഡിന്റെ അർത്ഥം മോളെ അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നിയൊക്കെ പറയും. എന്റെ മോളെ അതൊന്നും പഠിക്കണം കേട്ടാ. ക്യാമലിന്റെ സ്പെല്ലിംഗ് എന്താ? കേമലിന്റെ സ്പെല്ലിങ് എന്താ? കേമലോ? ക്യാമൽ. കേമല്. ആ, KAMLA കേമൽ. KAMLA കേമൽ. ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാ. എന്താ പറഞ്ഞു? ഈ അച്ഛനൊന്നും അറിഞ്ഞൂടാണ്. എടി, ഇതാണ് തള പഠിപ്പിച്ചിരുന്നത്. എടി, ഒന്നും അറിഞ്ഞൂടാ. അച്ഛൻ ഇതുവരെ വളർത്തിയെടുത്തില്ലേ? എടി രാധേ, രാധേ കൂടിയത്ത് ബാലോ ബാല, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജില് 1, 2, 3 എന്തിനോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, അതിനൊത്ത സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ച് നോക്കിയേ, നല്ല അന്തസ്സുള്ള തറവാട്, നമുക്ക് ചേർന്ന് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ബാലേട്ടന്റെ എപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ, കുറഞ്ഞതൊരു IAS എങ്കിലും വേണം. ദേവിയുടെ വിചാരേ ഞാൻ നുണ പറയുന്ന കേട്ടോ. അല്ല, കുട്ടിയുടെ അച്ഛനായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യോ. പറയാൻ മാത്രം ബാലേട്ടനൊന്നും ഇല്ലല്ലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ്ണ് അന്വേഷിക്കണ്ട. സമയമാകുമ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ അല്ല, കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലിനകത്തുള്ള എനിക്കറിയാം. അത് മാത്രമല്ല, രാധ ഇപ്പൊ പറയുകയും ചെയ്തു. അവരുടെ ഫീസിന്റെ രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളല്ലേ, സ്നേഹിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ടെന്ന്? അതല്ല, പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാലൻ തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചാലോ? ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരു അവസരം തരൂ. അത് വേണ്ട, ഒരു അച്ഛനും പറഞ്ഞു വേണ്ട.
ബാലിന്റെ ചെലവിളി അത് ശ്രദ്ധിക്കണ്ടേ? എന്തൊരു തലവേദന ബാല, എന്തൊരു തലവേദന ബാല. അയ്യോ, സഹിക്കാൻ കഴിയുന്നില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ കേട്ടോ, പോട്ടെ. അയ്യോ, ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ? നീ പോയി ചോറോളം. ചേച്ചി ചന്ദ്രേട്ടൻ എഴുന്നേറ്റില്ലേ? 5:30 എഴുന്നേറ്റ് അപ്പ തന്നെ പോയി. 6:15 ഫസ്റ്റ് ട്രിപ്പാണത്രേ. അതെ, ചേച്ചി എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ പോക്കറ്റിൽ നിന്ന് രൂപ എടുത്തായിരുന്നു? അയ്യോ, ഞാനതങ്ങ് പറയാൻ മറന്നുപോയി. നീ നല്ല ഉറക്കമായിരുന്നു. 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു. വല്ലപ്പോഴും എങ്കിലും നമ്മളും എല്ലാം ചെയ്യണ്ടേ ബാല? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശാ. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് എന്ത് പറ്റാനാ? നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും എടുത്തേ. ഇന്ന് ബില്ല് അടച്ചില്ല, അവർ ഫ്യൂസ് ഊരിക്കൊണ്ടു. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ, പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റിനാകും ബസ് വരും. പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട്. പക്ഷേ അല്ല, എനിക്ക് ലീവില്ല. ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നേനെ. പ്ലീസ്, പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവില്ല. എന്റെ ശമ്പളം കട്ടായി പോകും. ഞാൻ നടക്കുന്നേ. പറ്റില്ല, ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലേ? ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്? ഫാൽക്കൺ പ്രോഡക്ട്സിൽ അല്ലെങ്കിലോ? ഇവിടെ നിന്നായി കുരിശ കയറി വരുന്നത്. പ്ലീസ്, ഞാൻ നടക്കുന്നേട്ടോ. രാവിലെ തന്നെ ഇറങ്ങും, ഓരോ തട്ടിപ്പുണ്ട്. പോകണം. ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞ പോകാൻ. എവിടെ നോക്കിയാണോ നിൽക്കുന്നത്? സോറി. ഒന്ന് ഒതുങ്ങിയേ. ടിക്കറ്റ് 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 2:70. ഒരാളാരാ? ബാക്കി പിന്നെ തരാം. ആ ടിക്കറ്റ് ടിക്കറ്റ്. ഒരു ടിക്കറ്റ് എടുക്കണം. ടൗൺ ഹാൾ. ടിക്കറ്റ് എടുത്തല്ലോ. ആരെടുത്തു? ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടക്ടർ, നിങ്ങൾ ടിക്കറ്റ് തരുന്നുണ്ടോ? 70 പൈസയുടെ 2 ടിക്കറ്റ് സാർ എടുത്തേ. എനിക്ക് 50 പൈസ ടിക്കറ്റാ വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസയാണ്. അത് ഞാൻ എടുത്തു. നീ വേണേ ടൗൺ പോകാൻ അറിയിക്കോ? അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. അനാവശ്യം പറയരുത്. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്റ്റർ എന്നാ വിളിക്കുന്നത്. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാറ് പാവം. സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. നോൺസെൻസ്. ബസ് ഓർത്തു, എനിക്കിവിടെ ഇറങ്ങണം. എന്തൊരു ദേഷ്യ ബസ്സല്ലേ, ആൾക്കാർ കേൾക്കില്ലേ? പറഞ്ഞു കേട്ടില്ലേ? ബസ് ഓർത്തു. അത് സമ്മതിക്കില്ല. അതൊന്ന് കാണുമല്ലോ. താൻ ഏത് പ്രാദേശത്തിൽ നിന്നാ വരുന്നത്? കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി. ഇവക്ക് ബുദ്ധി വരട്ടെ. ഇതെന്തേ കാണിക്കുന്നത്? എന്ത് ചെയ്യാൻ ആശാനെ, ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ.